പക്ഷെ നമുക്ക് 9 മാസമായിട്ടും ഈ 7 ലിറ്റർ പാല് 7.5 ലിറ്റർ പാല് തന്നെ പശു ഇല്ല. എന്റെ ഈ 15 കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് കിട്ടിയില്ല അങ്ങനെ 9 മാസം ഒരേ അളവില് പാല് തന്നെ പശു. സാധാരണ ക്രോസ് ഇനം പശുക്കളെ വളർത്തി ഒരു കുടുംബം സുഖമായി ജീവിക്കുക. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മൾ നിൽക്കുന്നത് അങ്കമാലിക്കടുത്ത തുറവൂരുള്ള ജോയി ചേട്ടന്റെ വീട്ടിലാണ്. ഇദ്ദേഹത്തിന് 15ഓളം നാടൻ ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഉള്ളത്. എല്ലാത്തിനും 3-4 ലിറ്റർ പാലുൽപാദനം മാത്രമേ ഉള്ളൂ. എങ്കിലും ഇദ്ദേഹം വളരെ സുഖമായി ജീവിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ചെന പിടിക്കാത്ത പശുക്കളെ വാങ്ങിച്ച് ചെന പിടിപ്പിച്ച് പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തനായ കർഷകനെ വ്യത്യസ്തമായ പശു വളർത്തലുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ കാലത്ത് 10:45 നമ്മുടെ കൂടെയുള്ളത് ജോയി ചേട്ടനാണ്. ചേട്ടൻ ഈ സമയത്ത് എന്താ കറക്കുന്നത് പശുക്കളെ? പണ്ടൊക്കെ ഞാൻ ഒരു 2 മണിയൊക്കെ ആവുമ്പോൾ എനിക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ചിക്കൻ കുനിയൊക്കെ വന്നു, ആരോഗ്യത്തിന് മോശമായി, നട്ടലിന് ചെറിയ കംപ്ലൈന്റ് ഒക്കെ വന്നപ്പോൾ രാവിലെ എനിക്കൊരു വൈകി എനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു 6 മണിയാകുമ്പോ അല്ലെങ്കിൽ 5:30 മണിയാകുമ്പോ 5 മണിക്ക് അങ്ങനെയൊക്കെ എനിക്കാറ്. അപ്പൊ ആദ്യം 2 കറക്കും. 2 കറന്നിട്ട് ഒരെണ്ണത്തിന്റെ പാല് ഡയറി കൊണ്ടുപോകും. ഇപ്പൊ പാല് കുറഞ്ഞതുകൊണ്ട് ഒരെണ്ണത്തിന്റെ പാല് വേണം. മറ്റേ 2 പശുവിന്റെ പാല് ഒരു 15-16 ലിറ്ററോടത്തോളം കൊണ്ടുപോകാറുണ്ട്. അപ്പൊ പാല് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണത്തിന് കൊണ്ടുപോകും, ഒരെണ്ണത്തിന്റെ ഇവിടെ വെച്ചിട്ട് കുപ്പികളി പാർത്തി കുറച്ച് കൊണ്ടുപോകും. എന്നിട്ട് വന്നിട്ട് പിന്നെ 2-3 തീറ്റ കൊടുക്കാൻ തീറ്റ കൊടുത്ത് 2 കുളിപ്പിക്കും. ആ 2 കറക്കും. അത് കഴിഞ്ഞ് അടുത്ത 2 കുളിപ്പിക്കും. ആ 2 കറക്കും. അപ്പൊ ഈ സമയത്ത് കറന്നു കഴിഞ്ഞാൽ പാലൊക്കെ എങ്ങനെ കൊടുക്കണേ? പാല് ഒരു 20-24 ലിറ്റർ പാലോടത്തോളം ഞാൻ വീടുകളിൽ കൊടുക്കണ്ട്. അപ്പൊ അത് വൈകിയേ കൊണ്ടുവരുള്ളൂ. 1 മണി 12:45 ഒക്കെ കൂടി ചെല്ലുള്ളൂ. അപ്പൊ ചിലര് വേണ്ടാന്ന് പറയും, നേരം വൈകണ തന്നെ. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ വേറെ ഏതെങ്കിലും ടീമിനെ നോക്കിക്കോളാൻ പറയും. അവര് രാവിലെ വന്നവരുണ്ട്, ഞാൻ ഇത്തിരി വൈകിയ വന്നെ, അത് പറ്റുമെങ്കിൽ എടുത്തോളാൻ പറയും. അപ്പൊ അവര് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് കൊടുക്കും, അല്ലാത്തവർക്ക് കൊടുക്കൂല. അപ്പൊ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ ഒരു പശു വളർത്തല് തെരഞ്ഞെടുത്തത്? പ്രായോഗികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇതിനോടൊരു താല്പര്യമുണ്ട്. താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒട്ടും കൊണ്ടു നടക്കാൻ പറ്റൂല. പിന്നെ എത്ര നഷ്ടമാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ കാശ് വന്നും പോയി ഇരിക്കും. നമുക്കൊരു മാസം വീടുകളിൽ കൊടുക്കണ കാശ് നമുക്കൊരു 20-ാം തീയതി വരെ പിടിച്ചു നിൽക്കാനുള്ള ഇതുണ്ടാവും. അതായത് ജനുവരിയിൽ പാല് കൊടുത്താൽ ഫെബ്രുവരി 20-ാം തീയതി വരെ നമുക്ക് ഇറ്റക്ക് തീറ്റ കൊടുക്കാനും വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 5-8 ദിവസത്തേക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് റോൾ ചെയ്ത് പോകാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് പണിയാം. വേറെ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് പണിയാൻ പറ്റില്ലല്ലോ. അതെ അതെ, ശരിയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വൈകി കൊണ്ടുവന്നാലും പാല് മേടിക്കാൻ തയ്യാറാണ് ആളുകൾ. ഞാൻ ഇപ്പൊ 24 ലിറ്റർ 34-36 ലിറ്റർ വരെ ഞാൻ വിറ്റു. അന്ന് രാത്രി 2 മണിക്ക് എനിക്കും 11 പശു ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 6-6:15 ആകുമ്പോഴേക്കും കറവ തീരും. മൊത്തം പാല് കൊടുത്ത് ഒരു 8:30-9 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരികയും ചെയ്യുക. പഴയ കണ്ടീഷൻ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യണു. അപ്പൊ ഇത്രയും ലേറ്റ് ആയിട്ട് പാല് കൊടുക്കുമ്പോ സ്ഥിരമായിട്ട് വീടുണ്ടോ? ഞാൻ ഒരു 15 വർഷം, ഈ ജൂൺ മാസം വരുമ്പോ 15 വർഷം പൂർത്തിയാവും ഈ പണി തുടങ്ങിയിട്ട്. അതെല്ലേ? ഈ 15 വർഷമായിട്ടും എന്നോട് പാല് മേടിക്കുന്ന ആളുകളുണ്ട്. അതായത് 6 മണിക്കും പാലുണ്ട് എന്ന് കൊടുത്ത വീട് ഉണ്ട്. ആ വീട്ടിൽ ഇപ്പൊ 1 മണിക്ക് കൊടുക്കുന്നുണ്ട്, 2 മണിക്കും കൊടുക്കുന്നുണ്ട്. അവര് എന്നോടൊന്നും പറയാറില്ല. എന്താ വൈകണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ കുഴപ്പമില്ല എന്ന് പറയും. ചിലര് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ എന്ന് ഞാൻ പറയാറുണ്ട്. നമുക്ക് നാട് മുഴുവനും വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് മേടിക്കുക, ഇല്ലാത്തവർക്ക് മേടിക്കണ്ട. നമ്മൾ കൊടുക്കുന്ന സാധനം നല്ല സാധനം പക്കയായിട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. നമ്മൾ മായം കലർത്താനൊന്നും നമ്മൾ പോകില്ല. പിന്നെ ചിലര് ചോദിക്കും, ഇപ്പൊ എന്താ പാലിന് കൊഴുപ്പ് പറഞ്ഞു, ഇത്ര നാള് നല്ല പാല് തന്നല്ലോ എന്ന് ചോദിക്കും. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പശുക്കൾ പ്രസവിച്ച് ഒരു 1-2 മാസത്തേക്ക് പാലിന് കട്ടി കുറവായിരിക്കും. അത് അവരറിയണല്ലോ പശു പെറ്റതാണോ പെറ്റ് കുറച്ച് ആൾ കഴിഞ്ഞതാണോ എന്നൊന്നും വാങ്ങുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ പറയുന്നവരോട് പറയും, പാല് ഇനി കുറച്ച് നാളത്തേക്ക് കട്ടി കുറയും. പശുക്കളൊക്കെ ഇപ്പൊ അടുക്കടുക്ക പ്രസവിച്ചേക്കാണ്. 2-3 മാസം കഴിഞ്ഞാൽ അതിന് ശരിയാവുള്ളൂ എന്ന് പറയും. അപ്പൊ ചിലർക്ക് വിശ്വാസ്യത ഉണ്ടാവും, ചിലർക്ക് അതിനെ കുറിച്ച് അറിയില്ലാത്തവര് നമ്മളോട് ഇന്ന് പാലിൽ വെള്ളം ഒഴിച്ചതാണ്. നിങ്ങൾ അങ്ങനെ കരുതാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ കയറി കത്തിയെടുത്ത് ചരണ്ടി നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാനും നമുക്ക് പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലേ വാങ്ങണ്ടെന്ന് പറയും. ഞാൻ എപ്പോ കൊണ്ടുവന്ന് രാത്രി 9 മണിക്ക് മുന്നേ കൊണ്ടു കൊടുത്താലും വാങ്ങും. പിന്നെ ഒരു വീട്ടിൽ നിന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, പായ വിരിക്കാറാവുമ്പോഴാണ് കോപ്പം കൊണ്ട് വന്നെന്നും പറഞ്ഞ് ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ച് ചീത്ത പറയാനൊന്നും പോയി. കാരണം നമ്മളൊരു വ്യാപാരി എന്ന് വേണമെങ്കിൽ കരുതാലോ. പാല് ഉൽപ്പാദിപ്പിക്കുകയും വിൽപ്പന നടത്തുന്ന നമ്മളൊരു കർഷകനും ഒപ്പം ഒരു വ്യാപാരിയാണ്. വ്യാപാരി എപ്പോഴും
ഒരു ചിരിക്കുന്ന മുഖത്തോടു കൂടി നിൽക്കണം. അല്ലാതെ നമ്മൾക്ക് തുള്ളാലെ ദേഷ്യം വന്നാലും അവരോട് നമ്മൾ മുഖം കറുപ്പിച്ച് പറയാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് ഈ പ്രസ്ഥാനം, അതായത് ക്ഷമ എന്ന് പറയുന്നത് ഒരുപാട് വേണം. ഈ ആൾക്കാർ പറയില്ലേ, ചിലർ പറയാൻ ക്ഷമ ആട്ടുസൂപ്പിന്റെ ഗുണം ചെയ്യുന്നു. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ക്ഷമ നമ്മൾ കാണിച്ച് അല്പം ആത്മസംയമനം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രസ്ഥാനം മുന്നോട്ടുണ്ടാവും. പിന്നെ ഒരു വാതിലടഞ്ഞാലും വേറെ 9 വാതിൽ തുറക്കും. ഒരു സ്വല്പം സമയം എടുക്കുന്നുള്ളൂ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമ കൈവിടാൻ പാടില്ല. എന്റെ കയ്യിന്നൊന്നും മേടിക്കണില്ല, അല്ലെങ്കിൽ പശു ചനം പിടിക്കണില്ല എന്ന് പറഞ്ഞത് നിർത്തിപ്പോയതിൽ കാര്യമുണ്ടെന്ന് തോന്നല്ല. അത് ഈ പ്രസ്ഥാനമല്ല, ഏത് പ്രസ്ഥാനമായാലും സ്ഥിരത എന്നൊരു സംഗതി ഇതിന് വളരെ അത്യാവശ്യമാണ്. ഇതിപ്പോ നഷ്ടം വന്നാലും ഒരെണ്ണം പൊട്ടി മേടിച്ചു പൊളിഞ്ഞു, ഇനിയിപ്പോ മേടിച്ചാലോ അങ്ങനെ കരുതുന്നവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്ര ബുദ്ധിമുട്ടായിരിക്കും. നാളെ നമുക്ക് എന്താ പറയാ നല്ലതുണ്ടാവും. ഇത് പോയാൽ വേറെ ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. ഞാൻ എൻ്റെ മോതിരോ അല്ലെങ്കിൽ പണയം വെച്ചും വല്ലവരുടെ 2 രൂപയ്ക്ക് 1.5 രൂപയ്ക്കൊക്കെ പലിശക്ക് കാശ് മേടിച്ചൊക്കെയാണ് പശു മേടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ ഇങ്ങനെ പശുക്കൾ പ്രസവിച്ച് കറന്നു വരുമ്പോ കുറച്ച് വീട്ടും പിന്നെ പണയപ്പാട് ഇടിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളിത് ഓടിച്ചോണ്ടിരുന്നത്. ഒരു റൊട്ടേഷൻ. ഇപ്പൊ ദൈവം സഹായിച്ച അങ്ങനെ വലിയ കടമൊന്നും ഇല്ല. ഒരു 10-30,000 രൂപയുടെ കടമുണ്ട്. അതിൽ കൂടുതലും സംഗതികളും ഇവിടെ തൊഴിൽത്തിലിപ്പുണ്ട്. 30,000 രൂപ ഒരു പശുവിന്റെ വിലയില്ലേ ആയുള്ളൂ. ഒരു ഇടക്കറവ പശുവിന്റെ വില 30,000 രൂപ എന്ന് പറഞ്ഞാൽ 30-35 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇടക്കറവ പശു ഒരു 3-3.5 ലിറ്റർ പാലുള്ള പശുവിന് കിട്ടും. അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ ഒരെണ്ണം കാട്ടി കളഞ്ഞാലും ഒക്കെ കടം വീട്ടാവുന്നുള്ളൂ. എത്ര പശുക്കളുണ്ട് ഇപ്പൊ നിലവില് 9 എണ്ണം ഉണ്ടായി. ഇന്നാള് പറഞ്ഞ കൊടുത്തു. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ ഇച്ചിരി കുറയ്ക്കണത് നല്ലതെന്ന് പറഞ്ഞ 1-2 കൊടുത്തു. ഒക്കെ ഇടക്കറവയായി 4-5 മാസമായി കുത്തിയിട്ട് ചന ഏക്കാതെ നിൽക്കുക. ഇപ്പൊ ഈ 2 പശു മാത്രമേ, ഈ മോഴ പശുക്കൾ മാത്രമേ ചന പിടിച്ചിട്ടുള്ളൂ. ബാക്കി കുത്തിയിട്ടുണ്ട്. അത് വല്ലാപ്പുറത്ത് 4ാമത് നിൽക്കുന്ന പശു 5 പ്രാവശ്യം കുത്തി, ചന ഏറ്റിട്ടില്ല. അതിനിപ്പോ വാഷ് ചെയ്യേണ്ടി വരും എന്ന് തോന്നണേ. ഇപ്പൊ 10-24 ലിറ്റർ കൊടുക്കും. രാവിലെ ഒരു 6 ലിറ്റർ കൊടുത്തോളം. അപ്പൊ 30-35 ലിറ്റർ പാലുണ്ട് മൊത്തം രാവിലെ തന്നെ. രാവിലെ എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് ഒരു 16 ലിറ്റർ 15 ലിറ്റർ കൊടുത്തോളം ഡയറിയിൽ ഇളക്കും. ഉച്ച കഴിഞ്ഞ് അങ്ങനെ വീടുകൾക്ക് കൊടുക്കാറില്ല. 2 നേരവും ഇത് ഈ മോണാക്ട് കളി ആയതുകൊണ്ട് നമുക്കത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊന്നുമില്ല. വീട്ടിൽ നിന്ന് കുടിക്കാൻ മാത്രമേ സപ്പോർട്ടുള്ളൂ. ചേട്ടാ അപ്പൊ ഈ രാവിലെ ഇപ്പൊ 10:45 അപ്പൊ ഈ പാല് കൊടുത്ത് വീടുകളിൽ കൊടുക്കുന്നത്, പിന്നെ രണ്ടാമത് കറക്കണ എപ്പോഴാ? അത് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മണിയാകുമ്പോഴേക്കും കറവ തുടങ്ങി 3:45 ആകുമ്പോഴേക്കും ഇതിനകത്ത് ഇതൊന്നും കറക്കൂല. ഇനി ഇല്ല ഇതൊക്കെ 4 എണ്ണം ഈ പാണ്ടിപ്പശു മുതൽ അങ്ങോട്ട് 4 എണ്ണത്തിന് മാത്രമേ ഉച്ച കഴിഞ്ഞ് കറക്കുള്ളൂ. അത് കാരണം അത് ഫസ്റ്റ് കറക്കണത്. ഈ നേരത്തെ ഇനി കറന്നിട്ട് ഉച്ചയ്ക്ക് ഓടി വന്ന് കറന്ന ഒന്നും കിട്ടൂല. 1/2 ലിറ്റർ 3/4 ലിറ്റർ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇറ്റിങ്ങളൊന്നും കറക്കൂല. അപ്പൊ നഷ്ടമാണോന്ന് ചോദിച്ചാ ഞാൻ നഷ്ടം ഒന്നും നോക്കാറില്ല. കാരണം പിന്നെ അത് മാത്രല്ല, ഞാൻ ഒരുപാട് കൂടി പശുക്കളെ പാലി കൂടി പശുക്കളെ വാങ്ങാറുമില്ല. കാരണം എനിക്കിപ്പോ എന്തെങ്കിലും വയ്യാതെ വന്ന് ഒരു നേരം കറക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് മുതലവിടെ നിൽക്കണം, കംപ്ലൈന്റ് ഇല്ലാതെ. എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് ഞാൻ ഒരു നേരം കറക്കാൻ പറ്റിയില്ലെങ്കിലും പശുവിന് കംപ്ലൈന്റ് വരരുതല്ലോ എന്ന് എഴുതി ഇച്ചിരി കുറഞ്ഞ പശുക്കളെ മേടിക്കാറുള്ളൂ. 7-8 ലിറ്റർ ഒക്കെ കിട്ടുന്ന പശുക്കളെ മേടിക്കാറുള്ളൂ. അതിപ്പോ 2-3 മാസം കറന്നു കഴിയുമ്പോൾ പാല് കുറയും. അപ്പൊ ഒരു നേരം കറന്നില്ലെങ്കിലും പശുവിന് മടിനീരും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഞാൻ തന്നെയാണല്ലോ കറക്കണേ. അപ്പൊ കൈ മുട്ടുമ്പോ എനിക്കറിയാം മടിനീരുണ്ടോ കോപ്പുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ സംശയം തോന്നാണെങ്കിൽ ആ കാമ്പൊന്ന് വലിച്ചു നക്കി നോക്കും. അപ്പൊ ഉപ്പുരസം അങ്ങനെ എന്തെങ്കിലും കാണാണെങ്കിൽ അതിന് ഗുളിക ഞാൻ തന്നെ കൊടുക്കും. എനിക്ക് ഇത്രയും നാളത്തെ ഒരു പരിചയം കൊണ്ട് കുറച്ച് മരുന്നുകളൊക്കെ എനിക്കറിയാം. ഇഞ്ചക്ഷൻ ഒന്നും എടുക്കൂല. അത്യാവശ്യം ഒരു വയറിളക്കം, മടിനീര്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഗ്യാസ്, ഇതിനൊക്കെ നമ്മൾ തന്നെ മരുന്ന് ചെയ്യും. അപ്പൊ ഇവിടെയുള്ള പശുക്കള് ഇവിടെ ഉണ്ടായ കുട്ടികളുണ്ടോ? ഇവിടെ ഉണ്ടായ ഇവിടെ കുട്ടികളൊന്നും വാഴാറില്ല. ഇവിടെ ഇച്ചിരി പാമ്പിന്റെ ശല്യം ഉണ്ടെന്ന് പറയുന്നു. സ്ഥാനക്കാരൻ പറയുന്നു സർപ്പശല്യം ഉള്ളെന്ന് പറയണത് കൊണ്ട് ഞാൻ ഇവിടെ ക്ലാവിനൊക്കെ സെമിത്തേരിയാക്കാറുണ്ട് പശുവ്. ഇപ്പൊ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തുകൊണ്ട് ഉണ്ടാകുന്ന കുട്ടികളെല്ലാം ചത്തുപോവാണ്. ഇതിപ്പോ അങ്ങറ്റം പണിപ്പെട്ടിട്ട് 2 എണ്ണം കിട്ടിയതാണ്. അത് ആ ചുവന്നത് ഒരു 9 മാസമായിരുന്നു. മറ്റേത് ഒരു 4-5 മാസം കഷ്ടിയായി. ഇതിനകത്ത് കന്നിപ്പശുക്കളുണ്ടോ? കന്നിപ്പശു ഒന്നും ഇല്ല. കന്നിപ്പശു അധികം വാങ്ങാറില്ല. കാരണം അവരെ മെരിക്ക് കറവയിലേക്ക് കൊണ്ടുവരാൻ ഇത്ര ബുദ്ധിമുട്ടാ. ചേട്ടനും ഇപ്പൊ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് നോക്കാറില്ല. പിന്നെ 2-3 പേരൊക്കെ ആയത് പിന്നെ വാങ്ങിയ പെട്ടെന്ന് കൊടുക്കൂല. അത് പാലിത്തിരി കുറഞ്ഞാലും 2-3 പേരിട്ട് കറക്കും. തീരെ ആവശ്യതയെന്ന് തോന്നിയാൽ മാത്രമേ കൊടുക്കുള്ളൂ.
ചേട്ടൻ പിന്നെ കുറച്ച് പാല് മതി, കാരണം ചേട്ടൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. നമ്മുടെ ബലക്ഷയം നമ്മൾ കണക്കിലെടുക്കണമല്ലോ. ഇത് സൊസൈറ്റിയിലേക്കുള്ള പാലല്ലേ? അല്ലല്ല, അല്ലേ? ഇത് ഇപ്പൊ ആ ബക്കറ്റ് നിറഞ്ഞു. ആ, അപ്പൊ ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് അത് കുപ്പിയിൽ വെച്ചിട്ട് തികയാത്തത് ഇതിൽ നിന്ന് എടുക്കും. അതെല്ലേ? ഇത് പകുതി മുക്കാല് പാലും ഇതിൽ നിന്ന് എടുക്കും. അതൊക്കെ ഇത് ഏതാണ്ട് ഒരു 25, 3, 28, 5, 4, 5, 20, 21, 28 കുപ്പിയോടത്തോളം ഇതിൽ വെച്ച് കൊണ്ടുപോകും. 1/2 ലിറ്ററുകൾ. രാവിലെ മാത്രമേ കൂടുതൽ ബുദ്ധിമുട്ടുള്ളൂ, എണീറ്റ് വരുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാ. പിന്നെ ബോഡി ഹീറ്റ് ആയി കഴിയുമ്പോ അത്രയും പ്രശ്നമില്ല. ഓക്കെ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണല്ലേ? വൈകുന്നേരം ആകുമ്പോഴും കുഴപ്പമില്ല, കിടന്ന് വെച്ചാൽ എനിക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പൊ ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ബെൽറ്റ് ഒന്നുമില്ല, നമ്മൾ തന്നെ ഒരു അഭ്യാസമാണ്. അതെയാ? ഇതൊരു സർക്കസുകാരുടെ ഇതാണ്. പിന്നെ പണി നല്ല കട്ടൻസ് പണിയല്ല. ഇത്രയും കന്നുകാലികളെ ഞാൻ ഒറ്റയ്ക്ക് നോക്കുമ്പോ സാധാരണ ഫാമുകളിൽ ഒരു ഹെൽപ്പറെങ്കിലും വെക്കും. ഇതിപ്പോ ഹെൽപ്പറും ആരുമില്ല, ജോലിക്കാരൊന്നും ഇല്ല. ഇവിടെ മോണാക്ട് കളിയാണ്. അതെ. പിന്നെ കൂടുതൽ എരുമയും കൂടെ എങ്ങനെയാണ്? അത് എനിക്ക് സ്വല്പം എരുമ കമ്പുണ്ട്. നമ്മുടെ അപ്പച്ചന് എരുമ വളക്കുള്ളായിരുന്നു, പശു അങ്ങനെ വളക്കൂല. അപ്പൊ അതുകൊണ്ട് അന്ന് മുതൽ പുള്ളി എരുമേനെ കുളിപ്പിക്കാനും പിന്നെ തീറ്റാനൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ എരുമ പിന്നെ അത് ഈറ്റിങ്ങടെ കാര്യമല്ല, വലിയ അസുഖങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഇണങ്ങി കിട്ടിയതല്ലേ? ഇപ്പൊ എത്ര എരുമയുണ്ടെന്നേ? ഇപ്പം മൊത്തം ഒരു ചെറുതടക്കം 3 എണ്ണം ഉണ്ട്. പക്ഷെ അത് ചെന പിടിച്ചിട്ടില്ല. ഈ നിക്കണേനെ 2 പ്രാവശ്യം കുത്തി. പക്ഷെ അത് കുത്താൻ പറ്റുന്ന ആളെ പറോട്ട് ചവിട്ടണ തന്നെ കുത്ത് ശരിയായില്ല. ഈ തൊഴിൽ മൊത്തം ഇങ്ങനെ ചവിട്ടണത് അത് ഞാൻ ചവിട്ടണതായാലും അല്പ സ്വല്പമൊക്കെ ചവിട്ടിയാലും ഞാൻ വിടില്ല, ഞാൻ കറക്കും എങ്ങനെയെങ്കിലും വിടില്ല. അങ്ങനെയാണ്. ആൾക്കാർ ചവിട്ടുമ്പോഴേക്കും എനിക്ക് ഓടും. ഞാൻ ഇപ്പൊ ഒരു ചവിട്ടൊന്നും കൊണ്ടാലൊന്നും ഞാൻ എനിക്കില്ല. നമുക്ക് പറ്റാത്തത് രണ്ടാമത്തെ. ഇതിപ്പോ ഇനി പറയാൻ പോകുന്നത് 4ാമത്തെ 5ാമത്തെ കണ്ട. ഞാൻ ഇത് ഒരു ഫാമുകാരെ ഉപേക്ഷിച്ചിട്ട് ഒരു 3.5-4 ലിറ്റർ പാലായിപ്പോ അയാൾക്ക് മുതലാവില്ലാന്ന് കണ്ട് ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇവിടെ കുത്തിവെച്ച് പ്രസവിച്ചു. ഇപ്പൊ 3 പേരും കണ്ട് പെറ്റു. ഇപ്പൊ 4ാമത്തേനും കണ്ട് ചനിയാണ്. ഇതും ഇതുമാതിരി എന്നെ പറ്റിച്ചതാ കച്ചവടത്തിൽ. 9 ലിറ്റർ പാലിന്റെ തൊട്ട് 5 ലിറ്റർ പാലുണ്ടായുള്ളൂ. 62,500 രൂപയ്ക്ക് ഞാൻ മേടിച്ച. ആ പാലൊന്നും ഇല്ല. അപ്പൊ നമ്മള് കൊടുത്തപ്പോ 5 ലിറ്റർ കാലത്ത് ഉച്ചയ്ക്ക് ഒരു 2-2.5 ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ കൊടുത്ത ആ വില കിട്ടൂല നമുക്ക്. അപ്പൊ അതുകൊണ്ട് 2-3 പേരാണ് പെറ്റ് കിട്ടണത്, കറക്കാലോ എന്ന് എഴുതിയാൽ പറ്റും. പിന്നെ ഇവക്കുള്ള ഗുണം വെച്ചാൽ വേറെ അസുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ല. ക്രോസ് ബ്രീഡാണ് മൊത്തം. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാശ് ചെലവ് അങ്ങോട്ട് ചെലവാക്കൽ കുറവ്. തീറ്റ മാത്രം കൊടുത്താൽ മതി, പാത്രത്തിൽ ഇച്ചിരി കുറയുന്നല്ലേ ഉള്ളൂ. മറ്റേത് പാല് കൂടുതലുള്ളതാവുമ്പോ എപ്പോഴും അസുഖം. ഇപ്പൊ ആ പശുവിന് പാല് 9 ലിറ്റർ പാല് കിട്ടി. അതിന്റെ ഒപ്പം മേടിച്ചതാ ഈ പാണ്ടി പശു. അതും കൂടി ഇരിങ്ങാലക്കുടക്ക് പടിഞ്ഞാറ് വശം മാപ്രാണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എടുത്തതാ. അതിന് ഒരു 6-7 പ്രാവശ്യം തൈലേരിയൊക്കെ വന്നു ചികിത്സിച്ചു. പക്ഷെ നമ്മൾ നോക്കിയത് കൊണ്ട് അതിന്റെ പാലധികം കുറഞ്ഞില്ല. ഇപ്പോഴും പശു ക്ഷീണമാണ്. ഇപ്പൊ കുത്തിവെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മാർച്ച് 5-ാം തീയതിക്ക് ചെന ഉണ്ടെങ്കിൽ 3 മാസമാവും. നോക്കിയിട്ടില്ല. അത് ജേഴ്സി കുത്തണതാ നല്ലത് പ്രസവത്തിനൊക്കെ. കിടാവ് ഇത്തിരി കുഞ്ഞിതായിരിക്കും. മറ്റേ എച്ചപ്പൊക്കെ ആകുമ്പോ കിടാവിന് ചിലപ്പോ ഇച്ചിരി വലിപ്പം ഉണ്ടാവും. അപ്പൊ പ്രസവിക്കാൻ ചിലതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, ചിലതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ തീരെ ഒരു നിവൃത്തിയില്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ വിളിക്കും. അപ്പൊ കൂട്ടുകാരൻ ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രസവത്തിന് അതിന്റെ തൂങ്ങി കിടക്കാറുന്നു. എന്നിട്ട് എന്ത് ചെയ്താ പോരില്ല. ലാസ്റ്റ് കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടെന്ന് പുള്ളി ഞാനിവിടെ തൂങ്ങി. ഇതാ മോരിക്കിടാവ് അവിടെ ബാക്കിൽ കണ്ട അതിനെ പിടിച്ചു വലിച്ചിട്ട്. ഇപ്പൊ എത്ര ലിറ്റർ പാല് കിട്ടുന്നുണ്ട്? ഇപ്പൊ ഒരു 4.5-5 ലിറ്റർ പാല് താഴെ ഉള്ളൂ. ഒരു നേരം വലിക്കുള്ളൂ. പിന്നെ അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഉപേക്ഷിക്കാൻ വേറെ കാരണം ഇതിന്റെ ഈ നഖം ഇങ്ങനെ വളരുമായിരുന്നു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒരാളെ വിളിച്ചുകൊണ്ടെന്ന് അയാൾ കർണാടകയില് ഫാമിലൊക്കെ വർക്ക് ചെയ്തേക്കണം. അയാളെ കൊണ്ട് വെട്ടിച്ചു. അയാൾ വെട്ടണുണ്ട് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ കിടക്കുമ്പോ ഈ നമ്മള് ലൈറ്റർ മേടിക്കൂല ഗ്യാസ് സ്റ്റവിന്റെ, അതിന്റെ ഒപ്പം ഒരു കത്തി ഇങ്ങനെ ആർക്കവാള് പോലത്തെ കിട്ടുന്നു. അത് വെച്ച് ഞാൻ തന്നെ കണ്ടിട്ട് കളയും. കിടക്കണ നേരത്തെ ഞാൻ അങ്ങനെ പതുക്കെ അറുത്ത് വെക്കും. കിടന്ന് വെച്ച് എനിക്കുമ്പോ ഈ പൊട്ടിച്ച് വെച്ചേക്കണതുകൊണ്ട് ഇത് ഒടിഞ്ഞു പോകും. നല്ല ഐഡിയ അല്ലേ. പിന്നെ ഇതിന് ഈ പശുവിന് വേറെ കുഴപ്പമുണ്ട്. അങ്ങോട്ട് നേരെ വലിച്ചാലും നേരെ ബക്കറ്റിലേക്ക് വീഴൂല. അപ്പൊ നമ്മള് കൈയൊന്നും അങ്ങോട്ടും കൂടെ ഒക്കെ വാട്ടി പിടിക്കേണ്ടി വരും. ചേട്ടാ, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ തീറ്റ കൊടുക്കുന്നു ഇവിടെ? ഇവിടെ 2 നേരത്തെ കാലിത്തീറ്റയും 1 നേരത്തെ കച്ചിയുള്ളൂ. ആദ്യമൊക്കെ 2 നേരം കച്ചി കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ വൈകി എനിക്കുമ്പോ രാവിലെ കച്ചി കൊടുക്കാൻ നേരം കിട്ടില്ല. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 നേരവും കൂടി ഒരു 7-11 കിലോ തീറ്റയുടെ അടുത്ത് കൊടുക്കും. തവിടും കേസും കൂടി ഒരു 3.5 കിലോ കേസ് രാവിലെ, 3.5 കിലോ കേസ് ഉച്ച കഴിഞ്ഞു. അതിന് അപ്പൊ ഒരു 2 കിലോ വീതം തവിട് കൊടുക്കും. കാലത്ത് എപ്പോഴാ കൊടുക്കുന്നത്? അതൊരു 7 പാത്രം ഉണ്ട്. അത് ഞാൻ പണി തീർന്ന് വൈകുന്നേരം കിടക്കുമ്പോ
ആ തീറ്റയൊക്കെ വാരി റെഡിയാക്കി വെച്ചേക്കും. നേരം വെളുത്ത് എനിക്ക് വന്ന് ആദ്യം അതൊക്കെ നിരത്തി വെച്ച് വെള്ളം ഒഴിച്ച് ഇട്ടേക്കും. അത് കഴിഞ്ഞ് ഇവിടെ ഷെഡ് ക്ലീൻ ചെയ്യുമ്പോഴേക്കും അത് കുതിർന്ന് കഴിയുമ്പോൾ ഈ 7 എണ്ണത്തിന് കൊടുക്കും. പിന്നെ ഡയറി പോയിന്റ് വന്നു കഴിയുമ്പോൾ ബാക്കി കൊടുക്കാനുള്ളത് 2 എണ്ണം 3 എണ്ണം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിലേക്കടെ കുളിപ്പിക്കലും കറവയൊക്കെ നടക്കും. അപ്പൊ ചേട്ടൻ എന്തൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്? മെയിനായിട്ട് നമ്മുടെ ആക്സിഡന്റ് പ്രശ്നമാണ്. അതെല്ലേ? ആക്സിഡന്റ് വഴങ്ങാനായിട്ട് ബുദ്ധിമുട്ട്. പിന്നെ പശു ചോട് മാറാതെ നിന്ന് കറക്കണേന് നമുക്ക് ദൈവം സഹായിച്ചു കുഴപ്പമൊന്നുമില്ല. അതിപ്പോ 10-15 എണ്ണവും കറക്കണേന് നമുക്ക് ബുദ്ധിമുട്ടില്ല. പശു നിന്ന ജോഡിയിൽ നിന്ന് മാറാതിരുന്നാ മതി. അപ്പൊ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? അവര് കുടിക്കാൻ മാത്രമേ കൂടുള്ളൂ. കറന്ന് വെച്ച് കഴിയുമ്പോ അവരാവശ്യം പോലെ കുടിച്ചോളും. പിന്നെ നമുക്ക് ചിലപ്പോ 1-2 ഗ്ലാസ് ചായ, ചിലപ്പോ 6 ഗ്ലാസ് ചായ കുടിക്കുന്ന ദിവസമുണ്ട്. അത് നമ്മുടെ വീട്ടുകാരുടെ മനോഭാവം പോലെ ഇരിക്കും. അവര് നല്ല മൂഡിലാണെങ്കിൽ ചായയുടെ എണ്ണം കൂടും. ചേച്ചിക്ക് വയ്യാത്തല്ലേ? ഓക്കെ. മൂഡ് ഇത്തിരി മോശമാണെങ്കിൽ ചിലപ്പോ 2 ഗ്ലാസ് നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നങ്ങൾ ഞാൻ ഓർക്കാറില്ല. അതെ, നമ്മൾ അതിനെ എങ്ങനെ കവർ ചെയ്യാന്ന് വിചാരിക്കൂല്ലേ? വിചാരിക്കുന്നതല്ല, നമുക്ക് പശുവാണ് ജ്വരം. അതെ അതെ, ഇതുള്ളതുകൊണ്ട് ഒരു സന്തോഷമല്ലേ ചേട്ടന്? നമ്മള് ഈ പശുവുള്ള ആൾക്കാർക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല എന്നാ എനിക്ക് തോന്നണേ. അതെയാ? കാരണം ബാക്കി എന്ത് പ്രശ്നം വന്നാലും അവര് എപ്പോഴും ഈ പണി കിടക്കണത് കൊണ്ട് ചെയ്യണം അടുത്ത പണി ചെയ്യാൻ കിടക്കാണല്ലോ എന്നുള്ള ഒരു വിചാരം കൊണ്ട് ആ പണി മാത്രമേ ആലോചിക്കുള്ളൂ. കൊച്ചെത്ര പഠിക്കണേ? 12ലെ പഠിക്കുക. അതെയാ? 3 പിള്ളേരാണോ? 2 ആള്, ഒരാണും ഒരു പെണ്ണും. മൂത്ത ആളത്ര പഠിക്കാൻ മോശ. അതെയാ? പുള്ളിക്ക് ഇത്തിരി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം പുള്ളിക്ക് ഇപ്പൊ 6ാം ക്ലാസ് വരെ പോയുള്ളൂ. അത് പോയി തന്നെ ഇത്തിരി ബുദ്ധിമുട്ടില്ല. അപ്പൊ അവസാനം സാറ് പറഞ്ഞു ഇനി വരണ്ടെന്ന് പറഞ്ഞു. പുള്ളി അവിടെ അടങ്ങി ഒന്നും ഇരിക്കൂല, ക്ലാസ് നടക്കണേരത്ത് ഇറങ്ങിപ്പോകും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ സാറ് വരണ്ടെന്ന് പറഞ്ഞു. ഒരു പശുവിന് എന്ത് ചെലവ് വരും ചേട്ടാ? ചെലവ് എന്ന് പറയുമ്പോ നമുക്കൊരു 7 കിലോ 11 കിലോ തീറ്റ എന്ന് പറയുമ്പോ 30 രൂപ ചൂട്ടാണെങ്കിലും ഒരു 330 രൂപ കാൽത്തീറ്റ അനത്തി തന്നെ വരും. പിന്നെ വൈക്കോല് ഒരു 50 രൂപയുടെ വൈക്കോല്, അപ്പൊ ഒരു 380 രൂപ 370 രൂപ എങ്ങനെയായാലും വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ പാല് കുറഞ്ഞ പശുക്കൾക്ക് കിട്ടൂല. ഇപ്പൊ ഈ പശുവിനൊന്നും ഇപ്പൊ അതിനകത്ത് ലാഭം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നോക്കുമ്പോ മുതലിവിടെ ഉണ്ട്. അതൊരു ആശ്വാസം അല്ലേ? അന്ന് പണ്ട് മേടിച്ച മുതല് 2-3 പ്രസവം നമ്മൾ കറന്ന് മുതലിവിടെ നിക്കാണ്. ആ ലാഭം മാത്രമേ ഉള്ളൂ. പിന്നെയും ചെന പിടിച്ചാടുന്നോണ്ട് പിന്നെയും കറക്കാലോ. അതായത് ഇതിപ്പോ പാല് വിറ്റാലും കുറച്ച് പൈസ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മള് കടം മേടിച്ച് അങ്ങനെ നടക്കാറില്ല കാര്യങ്ങൾ നടക്കാനായിട്ട്. ഇപ്പൊ വീട്ടിലെ ട്രീറ്റ്മെന്റ് ആയാലും പശുവിന്റെ ട്രീറ്റ്മെന്റ് തീറ്റ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ അത് ചെയ്യണ്ടെങ്കിൽ എനിക്ക് 10-100 രൂപയുടെ ചെലവ് ഒരു ദിവസം ഉണ്ട്. ഞാൻ ചായ നാരങ്ങ വെള്ളം അങ്ങനെ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുമ്പോ അതിന്റെ ചെലവ് അങ്ങനെയൊക്കെ നോക്കുമ്പോ മാസം ഒരു 10,000-3,500 രൂപ എനിക്ക് തന്നെ ചെലവുണ്ട്. പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകണം. ഇച്ചിരി കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഈ പണി എടുക്കുമ്പോഴുള്ള കഷ്ടപ്പാടുള്ളൂ, അല്ലാതെ വേറെ കഷ്ടപ്പാട് ദൈവം സഹായിച്ചില്ല. ചേട്ടാ, ഈ കാണുന്ന പശുക്കൾക്ക് എന്തോരം പാലുണ്ട്? ഈ പശു ഞാന് ഒരു കച്ചവടക്കാരൻ്റെ ഇന്ന് മേടിച്ചതാ. ചെന പിടിക്കാണ്ട് കണ്ട് അവര് ചവിട്ടിച്ചണ്ടെന്നും പറഞ്ഞ് എനിക്ക് തന്നു. അത് പുള്ളിയാണ് ബ്രോക്കർ, നമ്മുടെ കൂട്ടുകാരനാണ് ബ്രോക്കർ. നിനക്ക് പറ്റിയ ചെറിയ പശു എന്നും പറഞ്ഞ് ഞാൻ മേടിച്ചു. അപ്പൊ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല, കാരണം 3 ലിറ്റർ പാലാ കിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ഒരു 1.25-1.5 ലിറ്റർ പാല്. അപ്പൊ പുള്ളി ഒരു 28 രൂപയ്ക്ക് കണ്ട് എനിക്ക് തന്നു ഇറച്ചി വിലക്ക്. അത് തന്ന് ഇവിടെ വന്ന് ഇപ്പൊ ബായും കൊണ്ട് അതിന് ചെനയുണ്ടായിരുന്നു. എത്രാമത്തെ പ്രസവമായിരുന്നു അത്? ഇവൻ പറഞ്ഞ അത് 2ാം പേരാണെന്ന്. എനിക്ക് വിശ്വാസമില്ല. അതിന്റെ വയറൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന തണ്ടൽമേന്ന് പ്രായമായ പശുക്കൾക്കുള്ള കണ്ടപ്പോ ഈ പശു ആയാലും ഇപ്പൊ 4ാമത്തെ പ്രസവമായ കഞ്ഞി പറയാൻ വേണം. ഈ പശുവിന്റെ വയറ് ഇങ്ങനെ താഴേക്ക് തൂങ്ങി എന്നാണ് കണ്ടപ്പോ. ഈ പശുക്കളുടെ കഞ്ഞി പശുക്കളെ കണ്ട വയറൊന്നും അങ്ങനെ ഉരുണ്ടിരിക്കും. ഇതൊക്കെ തണ്ടൽമേന്ന് വിട്ട പോലെ കിടക്കണം. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്നാലും പശുവിനൊരു 8-8.5 ലിറ്റർ പാലോടത്തോളം എനിക്ക് കിട്ടി. കാലത്ത് ഏതാണ്ട് 8.5 ലിറ്റർ പാലോടത്തോളം എനിക്ക് കിട്ടി. ഉച്ചയ്ക്ക് ഏതാണ്ട് 3-3.5 ലിറ്റർ പാല് അപ്പോഴും കിട്ടിയായിരുന്നു. വലിയ കുഴപ്പമില്ല. ഇച്ചിരി വലിയ ഭാരം ഉണ്ടെന്നുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ രാവിലെ ഒരു 6 ലിറ്റർ പാല്, ഉച്ചയ്ക്ക് ഒരു 2.5 ലിറ്റർ പാലോടത്തോളം. ഈ പശുവിന് എത്ര ലിറ്റർ പാലുണ്ട്? ഈ പശുവിന് കൊണ്ടുവന്നപ്പോ പെറ്റപ്പോ ഒരു 4.5-5 ലിറ്റർ പാല് തൈലേരി വന്നിരുന്നു. അതിന് മരുന്നൊക്കെ ചെയ്ത് മാറി. എന്നാലും വലിയ കൂടൽ കൂടിയില്ല. അത് കഴിഞ്ഞ് ഈ 2 മാസം 1.25 മാസത്തിന്റെ അടുത്ത് മാറി കഴിഞ്ഞപ്പോ പശുവിന് പാല് തന്നെ കൂടി. ഇതിപ്പോ അത്യാവശ്യം പ്രായമുള്ള ഒരു 5 പേര് കഴിഞ്ഞിട്ടുണ്ട്. അതെയോ? ഓക്കെ. ഇവിടെ വന്ന പിന്നെയാണ് 5 പേര് പ്രസവിക്കാറായപ്പോ മേടിച്ചോണ്ടതാ. അപ്പൊ ഇതിന്റെ അകിടും അവര് പറഞ്ഞു 3ാമത്തെയാണ്. അത് കച്ചവടക്കാരങ്ങനെയല്ലേ പറയുള്ളൂ. പറ്റിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ അകിടിന്റെ വികാസം കണ്ട് അങ്ങനെ മേടിച്ചതാ. നല്ലോണം അകിടുണ്ടായിരുന്നു. ഇങ്ങനെ കവ നിറഞ്ഞു നിൽക്കാറുണ്ട്. ഇപ്പോഴായാലും ബാക്കി കട നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ
നന്നായിട്ട് പാലുള്ള പശുവിന്റെ പോലെ നിൽക്കും. അതെ, പക്ഷെ ഇല്ല, പാലില്ല. പാലുണ്ട്. ഇപ്പൊ ഒരു 7-7.5 ലിറ്റർ പാല് ഇപ്പൊ കാര്യമാണോ പറഞ്ഞപ്പോ? അന്ന് ഏതാണ്ട് 2 നേരം കറക്കുമായിരുന്നു, ആദ്യത്തെ 2 മാസം. അപ്പൊ പിന്നെ പാലിൽ അസുഖമൊക്കെ വന്നതുകൊണ്ട് പാല് കുറവായിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ മാറി കഴിഞ്ഞപ്പോ പാല് 1 നേരം കറക്കുള്ളൂ. ചവിട്ടണയൊക്കെ കാരണം. ചവിട്ടുവോ? പിന്നെ കൊല ചവിട്ടണ എന്റെ ദൈവമേ, ഈ കയറുകളൊക്കെ ഇട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കെട്ടിയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു അഭ്യാസിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് അങ്ങനെ വേഗം തോക്കൂല. ഇനി ചേട്ടൻ ചവിട്ടുന്ന പശുവിനെ കറക്കാൻ പോവാണ്. അതെങ്ങനെയാ നമുക്ക് കേട്ടോ. ഇങ്ങനെ മൂക്കേറി ഇവിടെയൊക്കെ ബന്ധിടൂലേ? ഇതിപ്പോ വേറെ ആരെങ്കിലും ഇവിടെ കെട്ടിയില്ലെങ്കിലുള്ള കുഴപ്പമില്ല. കാല് അവിടെ വലിച്ചേട്ടുമ്പോ അങ്ങോട്ട് ഇറങ്ങി പോയി കാല് ലൂസായി കഴിയുമ്പോ നമ്മളെ ചവിട്ടും. ഇതിപ്പോ ഇവിടെ കെട്ടുമ്പോ പിന്നെ പുറോട്ട് മാറാൻ പറ്റൂല. വേറെ ആരെ സഹായവും വേണ്ട. ചിലരുടെ വീടുകളിൽ ഇങ്ങനെ ആളെ വിളിച്ച് മൂക്കേറുമ്പോ പിടിച്ചോണ്ടിരിക്കണം. ഇതിപ്പോ എനിക്ക് വീട്ടിൽ നിന്ന് പിടിക്കാനൊന്നും ആരും വരൂല. അപ്പൊ നമ്മള് കമ്പി അടിച്ചിട്ട് കയറ് ഇങ്ങനെ വലിച്ചു കെട്ടുക. ഒരു കറക്കണ വശത്തെ കാല് അങ്ങോട്ട് 2 കാലും കൂടി ആദ്യം കൂട്ടി കെട്ടിയിരുന്നു. അപ്പോഴുള്ള കുഴപ്പത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കെട്ടിയാലും കൈ ഇങ്ങനെ മടങ്ങൂല്ലോ. അപ്പൊ ബക്കറ്റ് പിന്നെ അടിച്ചു കളി. അങ്ങനെ തോറ്റ കഴിഞ്ഞപ്പോ ഒരു കാല് മാത്രം കെട്ടി വെച്ചിട്ട് ഞാൻ ഇത്ര എത്തി നിന്ന് കറക്റ്റ് ഞാൻ 8 കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചതാ. പക്ഷെ 8 പശു നിക്കണില്ല. നേരത്തെ 2 കാലും കൂടി കൂട്ടി കെട്ടി വാല് കെട്ടൂല, 2 കാല് കെട്ടുക. വാല് അടിക്കണ തന്നെ ഞാൻ തുമ്പ് വെട്ടിക്കളഞ്ഞു. കടിച്ചടഞ്ഞിട്ടുണ്ട് എല്ലാ പശുവിനും. കണ്ണിലടി കൊള്ളണമെന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതെ, ചിലപ്പോ ഞാൻ വല്ലയിടത്ത് കൊട്ടും കണ്ണിലടി കൊണ്ട് കഴിഞ്ഞാൽ. അത് ചവിട്ടണ പശുവായാലും ചവിട്ടിയില്ലെങ്കിലും ഞാൻ അതെ, ഇവിടെ ഒരു കൊളുത്തുണ്ട്. ആ കൊളുത്തിൽ ഇങ്ങനെ അല്ലേ കോർത്ത് വലിച്ചിങ്ങനെ കെട്ടും. അപ്പൊ അതിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ അത് കൂട്ടാക്കൂല. ഇതിപ്പോ ചേട്ടാ 2 കാലും കെട്ടി അപ്പുറത്തെ കാലൊക്കെ എടുക്കൂലേ? അത് ഞാൻ നോക്കി ബക്കറ്റ് വെക്കോളൂ. ഞാനിപ്പോ കറക്കണത് കണ്ടോ? ഇങ്ങനെ അവിടെ ഫാൻ കറങ്ങല് തുടങ്ങണേ. ഫാൻ കറക്കണതാ? ഇങ്ങനെ കട്ടിക്കൊണ്ടിരിക്കുള്ളൂ. അതെയോ? അപ്പൊ നമ്മള് നോക്കിയിരുന്നോളണം. ബക്കറ്റ് നോക്കണം, ഇവിടെ തലയും കയറ് പൊട്ടണ്ടോന്ന് നോക്കണം. കയറ് പൊട്ടിയാ പല്ലും ഇവിടെ തെറിച്ച് പാത്രത്തിൽ കിടക്കും. എല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ടല്ലേ ചേട്ടാ? ഉച്ച കഴിഞ്ഞ് കറവയുണ്ടോ? ആദ്യം കറന്ന 4 പശുവിനെ മാത്രമേ ഉച്ചക്ക് കറക്കുള്ളൂ. ഈ ഒടുവ് കറക്കണ 2-3 കറവയില്ല. 4 ഉച്ചക്ക് കറക്കൂല. ഒരെണ്ണത്തിന് വൈകിട്ട് 7 മണി 6 മണിയൊക്കെ ആയിപ്പോ കറക്കുള്ളൂ. അത് എന്റെ പശു അല്ല, അത് കൂട്ടുകാരന്റെ പശുവാണ്. അത് ഇവിടെ പുള്ളി വെട്ടാൻ കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ കുത്തി വെച്ച് ചെന പിടിപ്പിച്ചു തരാന്നും പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടാണ്. ആ വലിയ ലാഭമൊന്നും ഇല്ല. ഒരു 3.5 ലിറ്റർ പാല് 4 ലിറ്റർ ഉള്ളൂ. ഇതിന് അകിട് തുറന്ന ഇഷ്ടമല്ലോ. അകിട് വെള്ളവും വീഴുന്ന ഇഷ്ടമല്ല തോന്നുന്നു അല്ലേ? അതിന് ഇച്ചിരി അലർജി ഉള്ള ടൈപ്പാ. എന്നാ പാലുള്ള കാരണം പ്രായം ഉണ്ടെങ്കിലും ഞാൻ നിർത്തിയേക്കണതാണ്. പക്ഷെ നമുക്ക് 9 മാസമായിട്ടും ഈ 7 ലിറ്റർ പാല് 7.5 ലിറ്റർ പാല് തന്നെ പശു ഇല്ല. എന്റെ ഈ 15 കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് കിട്ടിയില്ല അങ്ങനെ 9 മാസം ഒരേ അളവില് പാല് തന്നെ പശു. അയ്യോ, വെള്ളം അതുകൊണ്ടാണ് ഇവളെ വിടാത്തല്ലേ? അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്ത. കറണ്ട് കഴിഞ്ഞ് പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലേ? പ്രശ്നമൊക്കെ ഉണ്ട്. അതിപ്പോ നിങ്ങൾ നിക്കണ ശ്രദ്ധ നിങ്ങളെ നോക്കിണ്ടിരിക്കണ. അങ്ങനെ കാല് പൊക്കിയാലും ഞാൻ പിടുത്തം വിടൂല. ഒരു തുള്ളിയൊക്കെ കറക്കുമ്പോ ചിലപ്പോ താഴെ പോകുമ്പോ ഇങ്ങനെ അടുത്ത് നിന്നല്ലേ കറക്കണേ, ഇത്തിരി വലിഞ്ഞു നിന്നല്ലേ കറക്കണേ. അതുകൊണ്ട് ചിലപ്പോ ഇച്ചിരിയൊക്കെ താഴെ പോകും. കണ്ട ഇവിടെ ചവിട്ടുന്നോണ്ടാണ് ഇങ്ങനെ മാറ്റി നിർത്തിയേക്കുന്നത്. ഈ ചുമരത്തേക്ക് നീക്കി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ സെന്ററിൽ കെട്ടിയത് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറും. അപ്പൊ എനിക്ക് ഉറപ്പിച്ചിരിക്കാൻ പറ്റില്ല. രക്ഷയില്ല, നമ്മള് പിടിച്ചു വലിച്ചു വെച്ചിട്ടുണ്ട്. കയറ് പൊട്ടിയ പല്ലോ പോക്കാ. ഇത് തട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ അടുത്തുനിന്ന്. ഈ മുട്ടുകാലിന് അടിക്കും ഇങ്ങനെ പൊക്കുമ്പോ. അതെയോ? നമ്മുടെ കാൽമുട്ട കൊള്ളും. ചേട്ടൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ചേന പിടിക്കാത്ത പശുക്കളെ ഇവിടെ കൊണ്ടു നിർത്തുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത് ചേന പിടിക്കാൻ വേണ്ടി? ചേന പിടിക്കാനായിട്ട് ഞാൻ എല്ലാവർക്കും ക്ഷമയില്ലല്ലോ. പാല് കുറയുമ്പോഴേക്കും പിന്നെ ആദ്യമാണ് ഇത് എങ്ങനെ ചീറ്റ കൊടുത്ത് മുതലാക്കും. ഞാൻ പാല് കുറഞ്ഞ പശുവിനെ മേടിക്കുള്ളൂ. അങ്ങനെയുണ്ടോ? ഞാൻ 3 ലിറ്റർ 4 ലിറ്റർ ഉള്ളവരെ മേടിക്കുള്ളൂ. അപ്പൊ നമുക്ക് വലിയ പൈസ കൊടുക്കാതെ അട്ട് ഇവിടെ വന്ന് 4-5 കുത്തും. കുത്തിയിട്ട് ചെന്ന ഏറ്റില്ലെങ്കിൽ ഒന്ന് കഴിവിക്കും. എന്നിട്ട് പിന്നെ ഹോർമോൺ കുത്തണമെങ്കിൽ ഹോർമോൺ കുത്തും. അവസാനം ഒരു ചവിട്ടിക്കിലൂടെയും കഴിഞ്ഞിട്ട് രക്ഷയില്ലെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. അപ്പേക്ക് എങ്ങനെയെങ്കിലും ചെന പിടിക്കും. ഇപ്പൊ അവ ഉപേക്ഷിച്ച മുതലാണ്. അത് ഏതാണ്ട് ചെന പിടിച്ച പോലെ എനിക്ക് തോന്നണേ. 1.5-2 മാസത്തോളമായി. അപ്പൊ 1 മാസം കഴിഞ്ഞ് പരീക്ഷിക്കാതെ. അതെയാ? അപ്പൊ പാല് കുറഞ്ഞ പശുക്കളെയല്ലേ കൊണ്ടുവരണേ? ഇപ്പൊ ഇവിടെ ഈ തോറ്റിൽ വരുമ്പോ പാല് കൂടുതൽ കിട്ടുന്നുണ്ടോ? പാല് രണ്ടാമത് ചെന പിടിച്ച് കഴിയുമ്പോൾ പാല് കിട്ടും. അങ്ങനെ കിട്ടാവുന്ന പശുവിനെ മേടിക്കുള്ളൂ. അതെയാ? നമ്മളിപ്പോ കുത്തി വെച്ച് കഴിയുമ്പോ 5-8 ലിറ്റർ പാല് കിട്ടാൻ വകുപ്പുണ്ടെന്ന് തോന്നണ പശുവിനെ നമ്മള് മേടിക്കും.
ഈ തോന്നണെന്ന് പറയുമ്പോ തോന്നണം അതിപ്പോ അതിന്റെ അകട് വികാസവും കാര്യങ്ങളും. ഇപ്പൊ ആ പശുവിന് പാല് കിട്ടും, പക്ഷെ വേറെ കാര്യമുണ്ട്, അതിന് പിന്നീന്നുള്ള വിരിവ് കുറവാ. ശരി ഇങ്ങനെ അപ്പൊ മടി ചുങ്ങി വന്നെ. ഇപ്പൊ ഇതിന് ഞെറി വന്ന് തുടങ്ങിയാണ് കണ്ട പിന്നില്. അതുപോലെ ഞെറിയുള്ള പശുവിന് പാല് കിട്ടൂട്ടോ, അകട്ടില് നിക്കുള്ളൂ. ആ പശുവിന് ഞെറി കുറവാ. അണ്ട അപ്പൊ ഇനി അങ്ങേ കാലിന് തൊഴി കൊടുക്കും, ഈ കാലിനും തൊഴിക്കും, ആ കോലിനും തൊഴിക്കും. ഇത് തൊഴിച്ച് മടുത്തോണ്ടാണ് അടുത്തത് എടുക്കുന്നത് അല്ലേ? അത് കഴിയുമ്പോ ഇപ്പറ കാലെടുത്ത് അടിക്കും. കുറച്ചു നേരം ആ കാലം കൊണ്ട് തൊഴിച്ച് കഴിയുമ്പോ ഈ കാലം കൊണ്ട് തൊഴിക്കും. നമ്മള് ആ വശം കറക്കുമ്പോ കാല് പ്രത്യേകം തരും, കാരണം ആ വശത്ത് കെട്ടിയിട്ടില്ല. ഈ ബക്കറ്റിന്റെ പക്കത്ത് അടിക്കാതെ നമ്മൾ നോക്കണം. അപ്പൊ ഒരുപാട് ഇങ്ങോട്ട് കാല് വരാണെങ്കിൽ ഞാൻ ഇവിടെ കുത്തും കൈ കൊണ്ട് ഇങ്ങനെ. ഇവിടെ കുത്തുമ്പോ കാല് പൊങ്ങണ വഴി അങ്ങോട്ട് നീങ്ങി പോകും, ബക്കറ്റ് തട്ടൂല. ഈ മുട്ടിന് കുത്തും ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ. പലവിധ ട്രിക്കുകൾ എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യണേ അല്ലേ? ചേട്ടൻ ആദ്യമായിട്ട് ചവിട്ടണ പശുവിന് ഈ പാലുള്ള പശു ചവിട്ടോളൂ, പാലില്ലാത്ത പശു അധികം ചവിട്ടൂല, അവരെ വേഗം മുട്ടിപ്പുറത്ത് വെക്കാം. ഇത്രയും മുമ്പ് ചേട്ടൻ പറഞ്ഞു ചവിട്ടണ പശുക്കൾക്ക് പാല് കൂടുതൽ, എന്നാൽ തെളിവട്ടോ അതെ ബക്കറ്റ് നിറയാറായിട്ടുണ്ട്. കഴിഞ്ഞ ഈ പത്തളം കൊണ്ട് മടി എഴുമ്പോഴും ചവിട്ടും. അതെയോ? എന്റെ പൊന്നു, ഞാൻ 2 പശു ഇതുമാതിരി ചവിട്ടണം തോന്നുന്നു, പാലിണ്ടായി. പിന്നെ ഒരു പശുവിനെ ഒരു രക്ഷയില്ലാതെ വെച്ചതാ, കുളിപ്പിക്കാനും സമ്മതിക്കൂല. ഇതിപ്പോ വല്ല വിധാനം കുളിപ്പിച്ചെടുക്കാം, അത് മേത്ത് വെള്ളം ഒഴിക്കാം, തേച്ച് കഴുകാൻ സമ്മതിക്കില്ല പൈ. അതിന് 6 കെട്ട് കെട്ടും ഞാൻ. 6 കെട്ടോ? 2 കാലും കൂട്ടി കെട്ടും, വാല് കൂട്ടി കെട്ടും, മൂക്കേറ് തല വളച്ച് ഈ കൈപ്പണിയുമ്പോ കെട്ടും. 1 മീറ്റർ നീളമുള്ള ഒരു വടി എടുത്തുകൊണ്ട് വെക്കും. എന്നിട്ട് പിന്നെ തലക്കയറ് മരത്തിന്റെ കടക്കേക്ക് ചേര കെട്ടും, ഇങ്ങനെ തല പൊങ്ങാതിരിക്കാൻ. അപ്പൊ എത്ര കെട്ടായി? കെട്ടി 11 ലിറ്റർ പാല് കറക്കും പശുവിന്. 11 ലിറ്ററോ? ആ പശുവിനുള്ള കുഴപ്പം, പശു കറക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് 6 മാസം ഞാൻ കറന്നു. 11 ലിറ്റർ പാല് കാലത്തും 6-6.5 ലിറ്റർ പാല് ഉച്ച കഴിഞ്ഞും കിട്ടുമായിരുന്നു. തേച്ച് കഴുകാൻ സമ്മതിക്കാത്തോണ്ട് പറമ്പിലിട്ടാണ് കറന്നുകൊണ്ടിരുന്നെ. തൊഴിച്ച് കിടന്ന മേത്ത് ചാണാവൂലേ, വെള്ളം ഒഴിക്കാം, തേക്കാൻ സമ്മതിക്കില്ല പൈ. കറക്കാനും ചവിട്ടും. അവസാനം ഗതി കെട്ട് ഇനി ഇതിനോട് മസിൽ പിടിക്കണം. മഴക്കാലം വന്നു കഴിഞ്ഞപ്പോ തൊഴുത്തി കെട്ടാതെ പറ്റൂലല്ലോ, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അതിന് കശാപ്പിന് കൊടുത്തു. അപ്പോഴും ഉണ്ടായി ഒരു 7 ലിറ്റർ പാലിന്റെ അടുത്ത്. പശു കറക്കാന്ന് പറയുന്നത് സർക്കസ്. ഇതൊരു അഭ്യാസം എന്ന് പറഞ്ഞാൽ അഭ്യാസമാണ്. ഈ ആൾക്കാര് കാലം അയ്യോ എന്നും പറഞ്ഞ് എനിക്ക് ഓടണ ആൾക്കാർക്ക് പറ്റൂല. ഒരു ചവിട്ട് കൊള്ളണമെങ്കിൽ കൊണ്ടോട്ടെ എന്ന് എഴുതി. ഇപ്പൊ ആന മേയ്ക്കുന്നവൻ ആന കൊല്ലൂലെന്ന് എഴുതിയല്ല, ആനയുടെ അടുത്തേക്ക് ചെല്ല കൊല്ലൂന്ന് എഴുതി തന്നെയാണ്. അതെ ശരിയാണ്, ആന എന്തെങ്കിലും എന്നെ കൊല്ലൂന്ന് എഴുതിയിട്ടാണ് ആനയെ മേയ്ക്കണേ. അതെ, അതിന് മെരിക്കെടുക്കാതെ നമ്മളെ ഒരു കഴിവാ. അതെ, പശുവിന് ഈ പറഞ്ഞ അപ്പൊ ഇത്രത്തോളം പാല് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പശുവിന് ചെലവ് എന്തോരം വരും? ചെലവ് ഈ പറഞ്ഞ 300-380 രൂപയുടെ തീറ്റയേ ഉള്ളൂ. അതെയാ? അപ്പൊ സൊസൈറ്റിയിൽ ഇപ്പൊ നമുക്ക് എത്ര രൂപ? നമുക്കൊരു 42 രൂപ 43 രൂപ വില നമുക്ക് ആകെ സൊസൈറ്റിക്കാർ തരുള്ളൂ. വീടുകളിൽ കൊടുക്കുമ്പോ ഞാനൊരു 62 രൂപ. നമ്മള് കുപ്പിയും കഴുകി കോപ്പൊക്കെ കഴുകി കൊടുക്കണ്ടേ, പെട്രോളും കത്തിച്ചില്ല, കെടുങ്ങൂര് വരെ ഓടണം. അതുകൊണ്ട് 62 രൂപ കൂടുതൽ ഇനി അടുത്ത കറവയ്ക്ക് വേണ്ടി അത് നാളെ ഇനി വീണ്ടും എടുക്കോളൂ. അവിടുത്തെ അറസ്റ്റും കൂടെയും കളയും. ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോ അത്ര പ്രശ്നമില്ല. അത് അങ്ങനെ ആളുകളെ കുത്തൂല്ല, കറക്കാൻ ചെല്ലാതിരുന്നാതി. അപ്പൊ ഈ തൊഴുത്ത് പണിട്ട് ഇപ്പൊ എത്ര നാളായി ചേട്ടാ? ഇത് ആദ്യം ഒരു 2-3 കൊല്ലത്തേക്ക് കണ്ണി കണ്ട വിറകും കോലൊക്കെ വെച്ച് ഇത് ഞാൻ തന്നെ പണിതത്. അങ്ങേ സൈഡ് ഈ കിണറിന്റെ മണ്ണൊക്കെ എടുത്ത് കുഴച്ച് വെച്ച് കട്ട വെച്ച് ഞാൻ പണിതത്. അത് കഴിഞ്ഞ് ആശാരിനെ വിളിച്ച് തേപ്പിച്ച് ഒരു പശുവിനെ കെട്ടാനുള്ളത് ഉണ്ടാക്കി. ആ സെന്ററിലെ പൈപ്പില്ല അങ്ങപ്പുറം, അത്രയും പേര് അങ്ങേ ദിവസത്തെ ആടുകളായിരുന്നു. പിന്നീട് പശു പറഞ്ഞോടും കൂട്ടുറന്ന് ഇപ്പൊ ആടുകളെ പുറത്തേക്ക് ഇറക്കിയോണ്ട് അവിടെയും കൂടി സെന്റ് ഇട്ടു. പിന്നെ ഒരു കൂട്ടുകാരെ ഇവിടെ പശുവിനെ കൊണ്ട് കെട്ടണമെന്ന് പറഞ്ഞപ്പോ തൊഴുത്ത് ഇങ്ങോട്ട് നീട്ടി. അത് കഴിഞ്ഞപ്പോ തോന്നി ഇച്ചിരി കൂടി ലാർജ് സ്കെയിലാക്കാൻ കരുതി ഇങ്ങോട്ട് ആക്കി. ഇപ്പൊ ഇതൊക്കെ പശുക്കള് ഈ ചുമല് വെച്ച് തള്ളി ഇതൊക്കെ പൊളിച്ചു കളഞ്ഞു. പിന്നെ ആട് കൊടുത്താ? ആടുകള് കുറുക്കാന്റെ ശല്യം ഭയങ്കര. അവിടെ പകലും വന്ന് കോഴികളെ പിടിക്കും, ഈ നേരത്ത് വന്ന് കോഴികളെ പിടിക്കും. അതെയോ? ഇപ്പൊ കോഴികളൊക്കെ ഉണ്ടല്ലോ. അത് അനിയന് കൊടുത്തു. എന്റെ 7 കോഴി ഉണ്ടായിരുന്നു, 4 ഒരെണ്ണം പരിവാക്കിപ്പോ അത് അങ്ങടെ അനിയന് കൊടുത്തു. പട്ടിക്കൂട് വെച്ചിട്ടുണ്ട്. പിന്നെ അവര് രാത്രി ലൈറ്റ് ഇടും. അവരുടെ കൂട് ഇരുമ്പിന്റെ ഇച്ചിരി ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഇവരൊന്നും നോക്കൂല, ഞാൻ തന്നെ. സാധാരണ നമ്മള് പണ്ട് വീട്ടിലൊക്കെ വളർത്തുന്ന കോഴിക്കൃഷി വേണ്ടെന്ന് വെച്ചു. ഇതുകൊണ്ട് തട്ടിമുട്ടിയൊക്കെ പോവാം. ഒരു 5-8 ദിവസം മാത്രം, മാസാവസാനം വരുമ്പോ മാത്രം ഇത്ര ഞങ്ങളുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ചെന്ന് നിസാരം ഒന്നല്ലോ ഒരു ചെറിയ പണിപ്പാട് വെക്കും, അടയ്ക്കും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് കടമൊന്നുമില്ല. ഇത്ര ആശുപത്രി കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു 10-30,000 രൂപയുടെ കടമുള്ളൂ. പിന്നെ ഇത്രയും 2-3 ലക്ഷം രൂപയുടെ കന്നാലി ഉണ്ടല്ലോ. കാര്യം അത്ര നല്ല തെളിഞ്ഞ കന്നാലികളൊന്നും അല്ലെങ്കിലും
നീ ആൾക്കാർ വരില്ലേ ചള്ളും ചേടയെങ്കിലും സംഗതി ഉണ്ട് നമുക്ക്, നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് പോകണം. അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വളരെ വ്യത്യസ്തനായ കർഷകനെയും അദ്ദേഹത്തിന്റെ പശു വളർത്തലുമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.